ഇന്ത്യയിൽ 50,000 എബോ കൺസൈൻമെന്റ് വാല്യൂ വരുന്ന ഗുഡ്സ് നമ്മൾ മൂവ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ചില പ്രോഡക്ട്സിന്, അതായത് ചില ഗുഡ്സുകൾക്ക് ഇ-വേ ബില്ലിന്റെ കേസിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു വെയ്മെന്റ് പർപ്പസിന്, അതായത് നിങ്ങൾ ഒരു വെയിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ ആ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് നിങ്ങൾ വേ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോവാണ്. 20 കിലോമീറ്ററിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കൺസൈൻമെന്റ് എടുക്കുന്ന അവിടെയുള്ള പ്ലേസ് ഓഫ് ബിസിനസ് നമസ്കാരം. ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ 50,000 എബോ കൺസൈൻമെന്റ് വാല്യൂ വരുന്ന ഗുഡ്സ് നമ്മൾ മൂവ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇ-വേ ബിൽ എടുക്കണമെന്നുള്ളത്. പക്ഷെ ഇതിൽ പല കേസസിലും ഇ-വേ ബിൽ നമുക്ക് ആവശ്യമില്ല. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നോൺ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് നമുക്ക് ഇ-വേ ബിൽ ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഗുഡ്സ് നമ്മൾ കൊണ്ടുപോകുന്നത് കാളവണ്ടിയിലാണെന്ന് വരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ചുമന്ന് കൊണ്ടുപോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോവാണ്. അപ്പം ഇത്തരത്തിൽ നോൺ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ചരക്ക് ഗതാഗതം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇ-വേ ബില്ല് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ചില പ്രോഡക്ട്സിന്, അതായത് ചില ഗുഡ്സുകൾക്ക് ഇ-വേ ബില്ലിന്റെ കേസിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് LPG ആണ്. നമുക്ക് വീട്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന LPG പാചകവാതകം, ഇതിന് നമുക്ക് ഇ-വേ ബില്ല് ആവശ്യമില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, നമുക്ക് പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ പാല്, മീറ്റ്, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്കൊന്നും ഇ-വേ ബില്ല് ആവശ്യമില്ല. നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിന് ഇ-വേ ബില്ല് ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ലൈവ് എനിമൽസ്, അതുപോലെ ലൈവ് പ്ലാന്റ്, അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഇ-വേ ബില്ല് ആവശ്യമായിട്ട് വരുന്നില്ല. അതൊക്കെ എക്സംപ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെയ്മെന്റ് പർപ്പസിന്, അതായത് നിങ്ങൾ ഒരു വെയിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ ആ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് നിങ്ങൾ വേ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അവിടേക്കുള്ള ഒരു ഡിസ്റ്റൻസ് 20 കിലോമീറ്ററിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കൺസൈൻമെന്റ് എടുക്കുന്ന അവിടെയുള്ള പ്ലേസ് ഓഫ് ബിസിനസ് നമ്മൾ വെയിറ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വേ ബ്രിഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് 20 കിലോമീറ്ററിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ-വേ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ഡെലിവറി ചെലവ് മാത്രം നിങ്ങളുടെ കയ്യിൽ കരുതിയാൽ മതി. അടുത്തതായിട്ട് എയർപോർട്ടിൽ നിന്നോ അതുപോലെ തന്നെ കസ്റ്റംസ് പോർട്ടിൽ നിന്നോ കസ്റ്റം ക്ലിയറൻസിന് വേണ്ടി ICD-യിലേക്കോ അല്ലെങ്കിൽ CFS-ലേക്കോ ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കസ്റ്റംസിന്റെ കീഴിൽ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ നിയന്ത്രണത്തിൽ ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിലൊന്നും ഇ-വേ ബിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പം empty കണ്ടെയ്നർ ആണ് കൊണ്ടുപോകുന്നത്, empty കണ്ടെയ്നർ കൊണ്ടുപോകുന്ന കേസ്, അതുപോലെ തന്നെ കേടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടുപോവുകയാണെങ്കിലൊന്നും ഇ-വേ ബില്ല് എടുക്കേണ്ടതായിട്ടുള്ളതില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള ബുക്സ്, പീരിയോഡിക്കൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും ഇ-വേ ബില്ല് ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന കേസസിൽ അവർക്ക് ഇ-വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. അത് അത്രയും കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകൾ ഇ-വേ ബില്ല് ആവശ്യമായിട്ട് വരാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇ-വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കേസസിലാണ് നമുക്ക് ഇ-വേ ബില്ല് ആവശ്യമില്ലാത്തത് എന്നുള്ളത് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CS ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.